5 വർഷത്തിന് ശേഷമുള്ള ഒന്നിച്ചുള്ള ഒരു പെരുന്നാൾ. ഈ സെപ്റ്റംബറിൽ നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ പോലും ഓർക്കാതെ ലൈഫിൽ കിട്ടി ഓണബമ്പർ. ദാറ്റ് വാസ് അവർ പള്ളി പെരുന്നാൾ. 5 വർഷത്തിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ മൊമെൻറ്റ്സ് തിരിച്ചു പിടിച്ചപ്പോൾ 5 നെട്ടെന്നുള്ള കണക്കിൽ ഫാമിലി മാത്രം വികസിച്ചു. 3 ഡേ ഗ്രാൻഡ് പ്രോഗ്രാംസ് ഉള്ള ഗ്രാൻഡ് പെരുന്നാൾ. മന്ത്രകോടി എടുത്തു പോകുന്ന ഫസ്റ്റ് പെരുന്നാൾ. പൊന്നുവിൻ്റെ ആദ്യത്തെ പെരുന്നാൾ ഒട്ടും കുറച്ചില്ല. ഞങ്ങളും ഗ്രാൻഡാക്കി. 3 മെത്രാന്മാരടക്കം മെൻ്റലിസ്റ്റും ഗാനമേളയും വരെ ഉണ്ടായിരുന്ന ഈ അടുത്ത കാലത്ത് വെച്ച് അന്ത്യാളത്ത് നടന്നതിൽ ഏറ്റവും ആഘോഷമായ പെരുന്നാൾ. ഞങ്ങൾ രണ്ടിൻ്റെ നടപ്പ് കണ്ടിട്ട് അമ്മ കോമഡിയായി പറഞ്ഞതായാലും ഞങ്ങൾക്കും തോന്നി പെരുന്നാൾ നടത്തിയ ഫാമിലിയേക്കാൾ കുറച്ച് അഹങ്കാരം ഞങ്ങൾക്ക് കൂടുതലുണ്ടെന്ന്. അല്ലെങ്കിൽ കെട്ടിച്ച് വിട്ട് കഴിയുമ്പോൾ സ്വന്തം വീടും പള്ളിയുമെല്ലാം നമ്മുടെ പ്രൈവറ്റ് അഹങ്കാരമാണല്ലോ. കപ്പിൾ ഫോട്ടോഷൂട്ട് തുടങ്ങി ബേബി ഷൂട്ടും ഫാമിലി ഷൂട്ടും വരെ കഴിഞ്ഞ് പള്ളിയിലെത്തിയപ്പോൾ 3 ദിവസവും നന്നേ ലേറ്റായാലും ഞങ്ങൾ പെരുന്നാൾ പൊളിച്ചടക്കി. പള്ളിയിലെ ഡെക്കറേഷനും മിന്നുവോൾമും ചെവി പൊട്ടുന്ന ചെണ്ടമേളവും പൂത്തിരിയും പടക്കവും എല്ലാം കണ്ട് പൊന്നു കരഞ്ഞു കുളമാക്കുമെന്ന് വിചാരിച്ച പെരുന്നാൾ ചെവി പൊട്ടിയിട്ടും അനങ്ങാതെ പിടിച്ചു തന്ന അവളെ ഞങ്ങൾ അപ്പോൾ തന്നെ ഒരു സൂപ്പർ ഹീറോയിനാക്കി. അങ്ങനെ പേര് വിട്ടു അൽപ്പൊന്നൂഞ്ഞ്. അങ്ങനെ അടിച്ചു പൊളിച്ച് ഒരു പെരുന്നാൾ കൂടി കരിഞ്ഞുപോയി. ഇനി ഒരു പെരുന്നാൾ എന്നായിരിക്കുമെന്ന് ഉറപ്പില്ലെങ്കിലും കിട്ടിയതിനെ